അർജുനൻ എല്ലാ വിദ്യകളിലും അഗ്രസരനായിരുന്നു. ഗദായുദ്ധത്തിലാണെങ്കിൽ ഭീമനും ദുര്യോധനനും ഒരുപോലെ മികവ് പ്രദർശിപ്പിച്ചു. ഒരു ദിവസം ദ്രോണർ തൻ്റെ ശിഷ്യർക്കിടയിൽ ഒരു പരീക്ഷ നടത്തി. ഉയരമുള്ള ഒരു വൃക്ഷശിഖരത്തിൽ ഒരു കിളിരൂപം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ തല അമ്പെയ്തു വീഴ്ത്തുക എന്നതായിരുന്നു ആ പരീക്ഷ. എപ്പോഴും ലക്ഷ്യസ്ഥാനത്തു മാത്രം ശ്രദ്ധ ചെലുത്തുന്ന അർജുനന് മാത്രമേ ഈ പരീക്ഷയിൽ വിജയം കൈവരിക്കാനാവുകയുള്ളൂ. കൗരവ പാണ്ഡവ കുമാരന്മാരുടെ ആയുധാഭ്യാസം അവസാനിച്ചുവെന്ന് ദ്രോണർ ഭീഷ്മരെ അറിയിച്ചപ്പോൾ അതിൻ്റെ അരങ്ങേറ്റം ആഘോഷപൂർവ്വം നടത്തണമെന്ന് ഇരുവരും നിശ്ചയിച്ചു. അരങ്ങേറ്റ ദിവസം വന്നു ചേർന്നു. കൊട്ടാരവാസികൾക്കു പുറമെ അന്നാട്ടിലെ പ്രജകൾ മുഴുവൻ കാണികളായി അണിനിരന്നിട്ടുണ്ട്. ആയുധധാരികളായി വന്നെത്തിയ കുമാരന്മാർ ഓരോരുത്തരായി പലതരം അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഭീമദുര്യോധനന്മാരുടെ ഗദായുദ്ധം ആരംഭിച്ചു. ഇരുവരുടെയും പ്രകടനം അഭ്യാസ പ്രകടനമെന്ന നിലവിട്ട് കാര്യമാകുമെന്ന സ്ഥിതി വന്നപ്പോൾ ദ്രോണപുത്രനായ അശ്വത്ഥമാവ് ചാടിയിറങ്ങി ഇരുവരെയും പിടിച്ചുമാറ്റി. വില്ലാളി വീരനായ അർജുനന്റെ പ്രകടനങ്ങൾ കണ്ട് ആഹ്ലാദഭരിതമായ ജനക്കൂട്ടം കാതടപ്പിക്കുന്ന രീതിയിൽ കരഘോഷം മുഴക്കി. അർജുനനെപ്പോലെ മറ്റൊരു വില്ലാളി ലോകത്തുണ്ടാവുകയില്ലെന്നു തന്നെ ദ്രോണാചാര്യരെപ്പോലെ ജനക്കൂട്ടവും ഒന്നടങ്കം സമ്മതിച്ചു. അഭ്യാസ പ്രകടനങ്ങൾ കഴിഞ്ഞ് പിൻവാങ്ങാൻ ഭാവിക്കുന്ന അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരാൾ ആ സമയത്ത് അവിടെ വന്നു. അധിരഥൻ എന്ന തേരാളുടെ വളർത്തുപുത്രനായ കർണൻ. കർണനും ദ്രോണാചാര്യരുടെ ശിഷ്യനായിരുന്നല്ലോ. അർജുനൻ പ്രദർശിപ്പിച്ച വിദ്യകളെല്ലാം നിലവാരം ഒട്ടും കുറയാതെ കർണനും പ്രദർശിപ്പിക്കുകയുണ്ടായി. കർണൻ അർജുനനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ദുര്യോധനൻ കർണന് വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ടിരുന്നു. കർണന്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നു. ഭവിഷ്യത്തുകൾ തടയാൻ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന് കൃപാചാര്യർ പറഞ്ഞു. തുല്യന്മാർ തമ്മിലെ യുദ്ധം നടത്താവൂ, അതുതന്നെയാണ് ശാസ്ത്രവിദ്യയും. അതിനാൽ കർണൻ തൻ്റെ രാജവംശം വെളിപ്പെടുത്തട്ടെ, എന്നിട്ടാവാം അർജുനനുമായുള്ള യുദ്ധം. കൃപാചാര്യരുടെ വാക്കുകൾ കേട്ട കർണൻ ലജ്ജിച്ചു തല താഴ്ത്തി. സൂതപുത്രൻ എന്ന് പറഞ്ഞ് കർണനെ നിന്ദിച്ചത് ദുര്യോധനന് സഹിച്ചില്ല. രാജകുമാരനല്ലെന്നുള്ള കുറവ് തീർക്കാൻ കർണനെ ഉടൻ തന്നെ അംഗരാജ്യത്തിലെ രാജാവായി ദുര്യോധനൻ വാഴിച്ചു. പ്രതിഫലമായി തനിക്ക് കർണന്റെ സൗഹൃദം മാത്രം മതിയെന്ന് ദുര്യോധനൻ പറഞ്ഞു. കർണനെക്കുറിച്ച് പറഞ്ഞ പരുഷ വാക്കുകളിൽ പ്രതിഷേധിച്ച് ദുര്യോധനൻ കർണന്റെ കൈപിടിച്ച് സ്ഥലം വിട്ടു. അങ്ങനെ അഭ്യാസ പ്രകടനങ്ങളുടെ അരങ്ങേറ്റം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പക രൂക്ഷമാക്കാൻ ഇടയാക്കി.